ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ 4 മാസത്തെ നമ്മളെ വെക്കേഷന് ശേഷം നമ്മളിതാ ഇന്ന് നാട്ടിലേക്ക് പോക്കാന്ന്. ഇന്ന് രാത്രിക്കാണ് കേട്ടോ പോകുന്നത്, പാതിരാത്രിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ലുലുവിലേക്ക് വന്നിട്ടുണ്ട്. ഇഷമോക്കും ഷയാനും എന്തെങ്കിലും സ്നാക്സ്, ജ്യൂസ് അങ്ങനത്തെ എന്തെങ്കിലും എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലൈറ്റിൽ നിന്ന് അഥവാ സീനാക്കിയെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ഞാനും കുട്ടികളും മാത്രമേ വന്നിട്ടുള്ളൂ. ജെറി താഴത്ത് എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടിയെല്ലാം കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഇഷ്ടേ അല്ല കേട്ടോ. റൂമിൽ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫുഡ് രാത്രിക്കത്തേക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. നിങ്ങൾ ലാസ്റ്റ് വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഫുൾ ഡേ ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് റൂമിലെന്തായാലും പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. മൊത്തം ഇസ്തിരിയിടൽ മുതൽ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും പോകുന്ന വഴിക്ക് ബക്കാലയിലെല്ലാം നിർത്തിയിട്ട് സ്നാക്സ് ഐറ്റംസ് എല്ലാം വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് വാങ്ങിയിട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പോകുമ്പോൾ അങ്ങ് എടുത്തിട്ട് പോകല്ലോ വേണ്ടു. ഇനിയിപ്പോൾ പോകുന്ന സമയത്ത് വണ്ടിയൊന്നും നിർത്തണ്ടല്ലോ, നേരെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ സ്നാക്സ് ഐറ്റംസ് എല്ലാം എടുത്തിട്ടുണ്ട്. കുറേയൊന്നും എടുത്തിട്ടില്ല, വെറും ഒരു ഇപ്പോൾ കാണിച്ച ഒരു പാക്കറ്റ്. കാരണം പാതിരാത്രിക്കാണല്ലോ ഫ്ലൈറ്റ്, പൊളിച്ചക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. 3:30 മണിക്ക്. ആദ്യം 12 മണിക്കേനും, അങ്ങനെ ഡിലേ ആയി 2 തവണ ഡിലേ ആയി. ഇപ്പോൾ ലാസ്റ്റ് 3 മണിക്ക് ആയിട്ടുണ്ട് കേട്ടോ. അല്ലാക്കറിയാം ഡിലേ ആവുമെന്നുള്ളത്. അപ്പോൾ ഉറങ്ങുന്ന ആ ഒരു ടൈം അങ്ങനെ സ്നാക്സ് ഒന്നും വേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മുട്ടായി എടുത്തിട്ടുണ്ട്, പൊട്ടുന്ന മുട്ടായി. അതും ഞാൻ ബാഗിലിട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇതാ പിറ്റേന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് രാത്രിക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിലൊന്ന് ഷൂട്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തന്നെ എൻ്റെ വീഡിയോസ്, അതായത് നമ്മളൊരു സ്പെഷ്യൽ മെമ്മറീസ് ഉണ്ടാവുമല്ലോ, ഇപ്പം നാട്ടിൽ പോകുന്നത്, പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നത്, അതെല്ലാം അങ്ങനത്തെ വ്ളോഗെല്ലാം ഞാൻ തന്നെ എടുത്ത് നോക്കും കേട്ടോ. എന്നാൽ നമുക്ക് ആ ഒരു മെമ്മറി കിട്ടും. നല്ലൊരു നൊസ്റ്റാൾജിയാണ് കേട്ടോ. അന്നത്തെ കാര്യം മൊത്തം ഇങ്ങനെ മനസ്സിലേക്ക് ഓടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ മൊത്തത്തിലൊന്ന് ഷൂട്ടാക്കാന്ന്. അനക്കാണെങ്കിൽ 2-3 ദിവസമായിട്ട് തീരെ ഉറക്കില്ല കേട്ടോ. എന്താണെന്നറിയില്ല. ഇന്ന് കുഴപ്പമില്ല, ഇന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരികയില്ല കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തിന് ശേഷം ഇന്ന് ഒരു 10:30-11 മണി വരെ സമാധാനത്തിൽ ഉറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ 8 മണിക്ക് എൻ്റെ ഉറക്കം തെളിയും. എന്നിട്ട് വെറുതെ കടന്ന് കളിക്കാന്ന് കേട്ടോ ചെയ്യാം. അപ്പോൾ ഇതാ ഞാനൊരു 10:30 മണിയാകുമ്പോഴെല്ലാം പിന്നെ പുറത്തിറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് സ്ഥിരമായിട്ട് യൂസാക്കുന്ന അബായ അലക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം അലക്കിയിട്ട് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അലക്കലെല്ലാം ഇന്നലെ രാത്രിക്ക് തന്നെ കഴിഞ്ഞിട്ട് കേട്ടോ. മൊത്തത്തിലൊന്ന് അലക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ അബായ അലക്കുന്ന ഷാമ്പു. അബായക്ക് മാത്രമായിട്ട് ഒരു ഷാമ്പു ഉണ്ട്. നാട്ടിലുണ്ടാവും എന്ന് വിചാരിക്കുന്നത്, ഉണ്ടാവുമായിരിക്കും. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇൻഷാല്ലാ നോക്കണം പോയിട്ട്. അപ്പോൾ അതിൽ മാത്രമേ നമ്മൾ അബായ അലക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ നിറച്ച പോലെ ആയിപ്പോവും കേട്ടോ. നമുക്ക് കുറേ കാലം നീക്കത്തണമെങ്കിൽ ഈ അബായ ഷാമ്പു വെച്ചിട്ട് തന്നെ നമ്മൾ അലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെയാണ് കേട്ടോ ഇടുന്നത്. ആദ്യമെല്ലാം ഞാൻ പുതിയതെല്ലാം ഞാൻ ഹാൻഡ് വാഷാണ് കേട്ടോ ചെയ്യൽ. പിന്നെ ഇതിപ്പോൾ പഴയതായതുകൊണ്ട് ഞാനൊരു ക്യുക്ക് വാഷ് ഇട്ടിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് അങ്ങനെ ക്യുക്ക് വാഷിലിട്ടിട്ടുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കൽ തന്നെ കുഴപ്പമൊന്നുമില്ല, കല്ലൊന്നും ഇളകുന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിന്, പഴയ പറുത അലക്കി നോക്കിയിട്ട്. അപ്പോൾ അത് അവിടെ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് പണി ചായ ഉണ്ടാക്കൽ. ഞാൻ ഓൾറെഡി കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ. ഞാനിന്ന് കോഫിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ജെറി പറഞ്ഞ് കട്ടൻ ചായ മതി, കാരണം യാത്ര ചെയ്യുന്ന സമയത്ത് കട്ടനാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡ് അടുത്ത് നിന്ന് എടുത്തൊരു കോഫി പൗഡർ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ ചാടിയിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോഫി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. രാവിലെ ഉപ്പുമാവ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ് കേട്ടോ.
അതുകൊണ്ട് ഇന്ന് ഉപ്മാവന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇന്നലെ ഓൾറെഡി എൻ്റെ അടുത്ത് ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ മൊത്തത്തിൽ കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ. കാരണം ജെറി എന്തായാലും കുക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല, ആ കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെല്ലാം എന്താ പറയുക തീർത്തിട്ട് പോവാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്മാവിന്. അപ്പോൾ ഇന്ന് ഞാൻ വെളിച്ചെണ്ണ മാത്രമേ ചേർത്തിട്ടുള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ പൊള്ളിയായിരിക്കും, പക്ഷെ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് നല്ലോണം വാടി വന്നു കഴിഞ്ഞാൽ 1 കപ്പിന് 2 കപ്പ് വെള്ളവും എന്നുള്ള ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഈസ്റ്റേണിൻ്റെ വറുത്ത ഉപ്പുമാവിൻ്റെ പൊടിയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളൊരു ഉപ്പുമാവിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഈസ്റ്റേണ്ടത്. നിങ്ങളും ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഞാനിതാ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പൊടി ഇട്ട് കൊടുത്താൽ മതി. 1 കപ്പ് പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് എന്താ പറയുക ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുമാവ് റെഡിയാവും. ഇതിപ്പോൾ ഞാൻ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. ജെറി പറഞ്ഞ് കഞ്ഞി മതിയെന്ന്, കട്ടൻ ചായ കഞ്ഞി. ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. പ്രശ്നങ്ങളല്ല, ഇങ്ങനെയെല്ലാം ഉണ്ട്. കാരണം വയറിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറല്ലോ. കഞ്ഞി കട്ടൻ ചായ ഇതെല്ലാം ആകുമ്പോൾ ലൈറ്റായിട്ടുള്ള ഫുഡാണല്ലോ, ഹെവി വേണ്ടാന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ കഞ്ഞിയും പിന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ്സിനാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇഷമോക്കും കൊടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി കുറച്ച് ബാക്കിയുണ്ടേനു. ഇന്നലെ ജെറിൻ്റെ ഫ്രണ്ടും പിന്നെ വേറൊരാളും കൂടി വന്നിട്ടുണ്ടായിന്. അവർക്ക് കൊടുത്തോണ്ട് കുറേ അങ്ങ് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെയും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ 1.5 പാട്ടൊക്കെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മളെ ഉപ്മാവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവും. അപ്പോൾ അതെല്ലാം ആക്കിയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളെ പർദ്ദ അലക്കിയിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ടൊന്ന് ആറിയിടണം. വെയിലത്ത് കൊണ്ടുപോയിട്ട് ആറിയിടലൊന്നും ഇല്ല കേട്ടോ. ആങ്കർമേൽ കൊളുത്തി വെക്കലെന്നെയാണ്. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലോണം ആറിയിട്ടുണ്ടാവും, നല്ലോണം ഉണങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ. പിന്നെ ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച സെയിം ബാഗ് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. പഴയത് കുറച്ച് കളറെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ച് മതി ഇതന്നെ എടുക്കാമെന്ന്. എനിക്ക് അധികം പരതുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് നല്ല കംഫർട്ടായതാണല്ലോ നമ്മൾ യൂസ് ആക്കേണ്ടത്. അപ്പോൾ അതന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ പർദ്ദ ഇസ്തിരിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പർദ്ദ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ കഴിയുമ്പം കാണിച്ചു തരാം കേട്ടോ. ഒരു വെൽവെറ്റും പിന്നെ ഒരു നല്ലൊരു ക്ലോത്തിൽ വന്നിട്ടാണ് കേട്ടോ ഈ ഒരു പർദ്ദ. അടിപൊളി തന്നെയാണ് കേട്ടോ. നല്ല ഫറാഷ ടൈപ്പാണ്. പിന്നെ ഇതാ അലമാരിയെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇത് അൻ്റെയും ചെയ്യുണ്ടിയും ഇഷമോളിയും ഡ്രസ്സ് വെക്കുന്ന അലമാരിയാണ് കേട്ടോ. ഇതിപ്പം എല്ലാം പാക്ക് ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ കാലിയായിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഫുള്ള് വലിച്ചു വാരിയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാക്സി ഇതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. കുറേ മാക്സി ഉണ്ട്, പണ്ട് മുതലേ കൊണ്ടുവരുന്ന മാക്സി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റിലത്തെ അൽമാരിയിൽ പിന്നെ പഴയ സാധനങ്ങളും പിന്നെ നിസ്കാരപ്പടവും അങ്ങനത്തെ എല്ലാം കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടില്ലേ. പിന്നെ ഞാൻ ഇന്നലത്തെ ബിരിയാണി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുക്കറും കഞ്ഞിയും എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാനിതാ ഇഷമോളെല്ലാം എണീക്കുന്നതിന് മുന്നേ ഈ റൂം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫുള്ള് മൊത്തത്തിൽ വലിച്ചു വാരി ഇട്ടിട്ടേനു കേട്ടോ ഉള്ളത്. കുറച്ച് ഇന്നലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ചും കൂടി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാഷാഅല്ലാ നല്ല രസയിലേക്ക് കാണാൻ. എത്ര പെട്ടെന്നാലേ വൃത്തിയായ അരമണിക്കൂറത്തെ പണിയുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിലൊന്ന് ക്ലീനാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റോട്ട് എത്തുമ്പോൾ ഇഷമോൾ എണീച്ചിട്ടുണ്ടായിന് കേട്ടോ. ഒരു 11:30 ഇഷമോൾ എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കുളിച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്.
കുറേ കാലമായിട്ട് ഓള് പഠിക്കുന്നതാണ് കേട്ടോ ഇത്. മാഷാ അല്ലാ, അങ്ങനെ ലാസ്റ്റ് ഓള് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കും ആക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് പഠിച്ചേട്ടാ. അപ്പോൾ നെക്സ്റ്റ് ഓക്ക് ചായയെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളിതാ ചായ കുടിക്കലാണ്. ഉപ്മാവും കട്ടൻ ചായയും കോഫിയും എല്ലാം കൂടി കുടിക്കലാണ് കേട്ടോ. കഞ്ഞി ഇതാ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ദാ ഇത് ഞാൻ ഏതോ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഗ്യാസ് അടുപ്പ് ക്ലീനാക്കുന്ന ഒരു ക്ലീനറാണ്. ഗോഗ്രി എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് കേട്ടോ. സ്റ്റീലെല്ലാം അടിപൊളിയായിട്ട് വൃത്തിയാവും. പഴയ സ്റ്റീലിൻ്റെ ഇതെല്ലാം ഉണ്ടാവില്ലേ, പൈപ്പ് അങ്ങനത്തെ എല്ലാം. ഇതിപ്പോൾ പുതിയ പൈപ്പായതുകൊണ്ട് അങ്ങനെ തിരിയൂല. ഞാൻ ബാത്റൂമിൽ പൈപ്പ് കാണിച്ചു തരാം കേട്ടോ. നല്ല മുഞ്ചിലിങ്ങനെ തിളങ്ങി നിൽക്കും കേട്ടോ. പിന്നെ നമ്മൾ കൈക്ക് കയ്യോറ വെച്ചിട്ട് യൂസാക്കുന്നത്, അതായത് ഗ്ലൗസ് വെച്ചിട്ട് യൂസാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇതൊരു ക്ലോറക്സ് പോലത്തെ ഒരു കെമിക്കലാണ് കേട്ടോ. കൈ ഒരു നീറ്റലുണ്ടാവും കുറച്ച് കൈക്ക് തട്ടിക്കഴിഞ്ഞാൽ. ഇതുവരെ ഞാൻ കൈ വെച്ചിട്ട് ചെയ്തിട്ടില്ല, എപ്പോഴും ഗ്ലൗസ് എല്ലാം ഇടലുണ്ട്. പിന്നെ കൈക്ക് അധികം തട്ടാത്ത വിധത്തിലാണ് കേട്ടോ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മറന്നു പോയതാണ് കേട്ടോ. ഇതാ ബാത്റൂമിലെ പൈപ്പ് കണ്ട നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല തിളങ്ങി നിൽക്കും. ഒരു 2 ആഴ്ചത്തോളം ഇങ്ങനെ തിളങ്ങി നിൽക്കും കേട്ടോ. പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ ആവും. അപ്പോൾ അങ്ങനെയെല്ലാമാണ്. അപ്പോൾ ഇവിടെ ഉള്ളവരാണെങ്കിൽ വാങ്ങിക്കോട്ടെ. നാട്ടിൽ കിട്ടുമോ നമുക്കറിയില്ല. ഞാൻ നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടൊന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചെറിൻ്റെ അടുത്തും കലമ്പ് കിട്ടി. എൻ്റെ പറത്തിയെല്ലാം ഫുൾ ഇതാവണം, ഇത് വേറെ എവിടെയും കിട്ടാത്ത പോലെ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് പെട്ടിന്ന് തിരിച്ചിങ്ങോട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമേ വിചാരിച്ചിന് ഇത് കൊണ്ടുപോകണമെന്ന്, കാരണം നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. പിന്നെ നമ്മളെ പുതിയ പോലെയായതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സ്റ്റീലെല്ലാം പുതിയ പൈപ്പ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളെ എന്താ പറയുക, അടുപ്പും എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഇപ്പുറത്തെ റൂമിലെ അലമാരിയാണ് കേട്ടോ ഇത്. ഇവിടെയാണ് ഞാൻ ബെഡ്ഷീറ്റും ഇതെല്ലാം വെക്കൽ. പിന്നെ ജെറിൻ്റെ ഡ്രസ്സെല്ലാം ഫുള്ള് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇഷമോളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ കളിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ. ഇഷമോളെ ബമ്മാച്ചി, ഇഷമോൾക്ക് ഇഷ്ടപ്പെട്ട ബമ്മാച്ചിയാണ് കേട്ടോ അത്. പാൻറ്റെല്ലാം ഞാൻ വേറെ വേറെ സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ എൻ്റെ പഴയ അബായാസ്, ഇവിടെ നിന്ന് ഇടുന്ന അബായാസ്, പഴയതല്ല പുതിയതും പഴയതും മിക്സ് ആയിട്ടുള്ള അബായാസ് ഇങ്ങനെ ആങ്കറിൽ കൊളത്തിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം അലക്കി ഇസ്തിരി ഇട്ടില്ല, അലക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ രണ്ടാമത്തെ പർദ്ദ ഉണ്ടാ, ഇത് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്നേരം വാങ്ങിച്ച അബായാന്ന് കേട്ടോ. ഞാൻ അതേപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദാ ഇത് ഞാൻ റിയാദിൽ പോകുമ്പോൾ ഇട്ടതേനു. അപ്പം ഞാൻ വിചാരിച്ച് ഇനി വരുന്ന സമയത്ത് ഇടാം, അലക്കാൻ പറ്റൂല, അത് പിന്നെ പുറത്തെല്ലാം ആറിയിടലും വേണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ ഭാഗം മാത്രം, കാലിൻ്റെ ഭാഗം മാത്രം അലക്കിയിട്ട് ഒന്ന് ഒലിമ്പിയതിന് ശേഷം അവിടെ കൊണ്ടുപോയി കൊളുത്തിയിട്ടുണ്ട്. കല്ലായതുകൊണ്ട് ഒരു പേടി എന്തെങ്കിലും ആയിപ്പോന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അതെല്ലാം കഴിഞ്ഞ് ഇഷമോളെ ഞാൻ ഫോണും കൊടുത്തിട്ട് ഇരുത്താൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഷയാനും ചെറിയെല്ലാം മുടി മുറിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിന്. അത് പിന്നെ ലാസ്റ്റ് മിനിറ്റിൻ്റെ ആളാണ് കേട്ടോ. എല്ലാം ലാസ്റ്റോട്ട് ചെയ്താലേ ആ ഒരു ഇത് കിട്ടുമെന്ന് പറയും, എന്നാലേ നമുക്ക് പോകുന്ന ആ ഒരു വൈബ് കിട്ടുമെന്നാണ് കേട്ടോ പറയൽ. അപ്പോൾ അത് കഴിഞ്ഞ് ഫസ്റ്റിന് എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിനൊരു റിപ്ലൈയും കൊടുത്തിട്ട് ബാക്കി പണിയെടുക്കാമെന്ന് വിചാരിച്ച് ഷയാൻ്റെ സൈക്കിൾ ഇതാ ഡൈനിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അതിനെ കൊണ്ടുള്ള ഒരു 1.5 കളിയേനും പിടിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഞാൻ വിചാരിച്ചു മതി, ഇന്നൊരു ദിവസം കൂടിയല്ലേ കളിക്കട്ടെ. ലാസ്റ്റിന് നാട്ടിലെത്തിയിട്ട് സ്കൂൾ തന്നെ 24 hours ഞാൻ ബുക്കിൻ്റെ മുന്നിൽ ഇരുത്തും എന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പം ഇന്നും കൂടി കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഞാൻ സ്നാക്സ് എല്ലാം ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ ചോറെല്ലാം കഴിച്ചിട്ട് കുറച്ച് സമയം കിടക്കണം, അല്ലെങ്കിൽ പിന്നെ പാതിരാത്രി ആയതുകൊണ്ട് നല്ല ഉറക്കെല്ലാം വരും. അപ്പോൾ ഞാനിതാ സ്നാക്സും വെള്ളമെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കഞ്ഞിക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിച്ചപ്പ്, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തി. നിങ്ങളിങ്ങനെ ട്രൈ ആക്കി നോക്ക്. അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ദാ നമ്മളെ ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിച്ചിട്ട് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇതായിട്ടുണ്ട് കേട്ടോ, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ രാത്രിയായിട്ട് ഒന്ന് പോയാൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് കിടന്നെണീക്കണം.
അപ്പോൾ ജെറിയും അവരെല്ലാം കഞ്ഞി കുടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച് കുറേ ബിരിയാണി ഉണ്ട്, അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ബിരിയാണി ഞാൻ കഴിച്ചിട്ടുണ്ട്. കഞ്ഞി ഇഷമോക്ക് വേണമെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ പാക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ജെറിക്ക് പുറത്ത് പോകാനുണ്ടേനു കേട്ടോ. ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ഫ്രീ ടൈമാണ്. ഇഷമോളെ ഉറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മറ്റേനെയും പിടിച്ച് അവിടെ കടത്തിയിട്ടുണ്ട്. എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. ഇനി നമുക്ക് എണീറ്റിട്ട് ബാക്കി കാണാം. കുറച്ച് സമയം ഞാനും കിടക്കാന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടേനു കേട്ടോ. ഏതായാലും നമ്മൾ രാത്രിക്കല്ലേ പോകുന്നത്, 1 മണിക്കാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഉറക്ക് മിസ്സാവുമല്ലോ. അപ്പോൾ കുറച്ച് സമയം കടന്നെണീക്കാന്നെല്ലാം വിചാരിച്ചിട്ടാണ് കേട്ടോ കടന്നിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇഷമോൾ വേഗം എണീച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1.5 മണിക്കൂർ കടന്നിട്ട് ഉളപ്പാടും എണീച്ചിട്ടുണ്ട്. പിന്നെ കടന്നിട്ട് നമുക്ക് ഉറക്കും വരുന്നില്ല. അപ്പോൾ ഞാനും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണീറ്റ് വന്ന് ചായലാക്കി കുടിച്ച് ഇഷമോക്ക് കഞ്ഞിയും കൊടുത്ത്, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് ആപ്പിളും മുന്തിരിയും കൂടി ഞാനിങ്ങനെ ഒരു കവറിലാക്കി എടുത്തിട്ടുണ്ട്. ആപ്പിൾ നല്ലോണം കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇഷമോക്ക് വേണ്ടിയിട്ടാണ്. രാത്രിയായതുകൊണ്ട് വലിയ സീൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു, അങ്ങനെ വിചാരിക്കാം, ഒന്നും ഇല്ലാണ്ടിക്കട്ടെ. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് വയസ്സായ, കുറച്ചല്ല 2 വയസ്സായ മാംഗോ ഉണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. ബാക്കി മൊത്തത്തിൽ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോറി, കംപ്ലീറ്റ് ആയിട്ടില്ല, എല്ലാം തീർന്നിട്ടുണ്ട്, ഫ്രിഡ്ജെല്ലാം കാലിയാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കുറച്ച് പാത്രം കഴുകാനുണ്ടേനു, അതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം വാഷ് ബേസ് ഇതേപോലെ ക്ലോറക്സ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഒരു എന്താ പറയുക വൃത്തിയാവും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ അതെല്ലാം ഒഴിച്ചു കൊടുത്ത് എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത്. ചെറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടേനു. ഇപ്പോൾ ഇതിൻ്റെ സീസണാണ് കേട്ടോ. അപ്പോൾ അതും കഴിക്കലാണ്. ഇനിയിപ്പോൾ ഒന്നും തിന്നാൻ പറ്റില്ലല്ലോ. ഇനിയുള്ള പണി നാട്ടിൽ പോകുമ്പോൾ ഇടാനുള്ള ഷൂ എല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അൻ്റെയും ജെറിൻ്റെയും മക്കളെയും എല്ലാവരെയും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ ഷൂസ് എല്ലാം നല്ലോണം തുടച്ച് റെഡിയാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊന്നും കൊണ്ടുപോകുന്നില്ല കേട്ടോ, അവിടെ തന്നെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഒരാളെ നോക്കിയ ബക്കറ്റിൽ തല ഇട്ടിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ സൈഡിൽ നിന്ന്. ഇനിയിപ്പോൾ ഇവിടെയുള്ള ഒന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഗസ്റ്റെല്ലാം വരുമ്പോൾ യൂസാക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തേ പോക്കുണ്ടായിട്ടില്ല, അപ്പോൾ അതും ക്ലീനാക്കി. പിന്നെ നമ്മളെ മാസ്റ്റർ ബെഡ്റൂമും മൊത്തത്തിലൊന്ന് ക്ലീനാക്കിയിട്ടുണ്ട്. ബെഡ്ഷീറ്റ് മാറ്റുന്നില്ല കേട്ടോ, എന്തായാലും വന്നു കഴിഞ്ഞാൽ ശരിക്കും മാറ്റേണ്ടി വരും. പൊടിയെല്ലാം ഉണ്ടാവും, നല്ല ചൂടെല്ലാം ആയതുകൊണ്ട് പൊടിയെല്ലാം എന്തായാലും ഉണ്ടാവും. ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ചെരി വരിക. ഇതന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇപ്പം വന്നുകൊണ്ട് തന്നെ വരാൻ പറ്റൂല എന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇഷമോളിയൊന്നും കൊണ്ട് എനിക്ക് പോക്ക് നടക്കൂല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ ഫ്രിഡ്ജിലുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ചാടിയിട്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് രാത്രി ഞാൻ ദോശ ഉണ്ടാക്കാമെന്നേനു കേട്ടോ ആദ്യം വിചാരിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് നല്ല കാലുവേദനയും തലവേദനയെല്ലാമായിട്ട് ഞാൻ വിചാരിച്ച് മതി വാങ്ങിക്കാമെന്ന്. അപ്പോൾ ഞാൻ ചെറിനെ വിളിച്ചിട്ട് നല്ല പൊറോട്ടയും മീൻകറിയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ രാത്രിക്കത്തെ ഫുഡ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങ ഉണ്ടായിരുന്നു, വയസ്സായ 2 മാങ്ങ ഉണ്ടായിട്ടില്ലേ, അത് അങ്ങനെ നമ്മളെ ഫുഡടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ കുളിക്കലും ഇതാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഡ്രസ്സെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ യൂസാക്കുന്നത്. ഫൗണ്ടേഷനും അതൊന്നും ഇപ്പം ഞാൻ യൂസാക്കലില്ല, കൺസീലർ തന്നെയാണ് കേട്ടോ അധികം യൂസാക്കൽ. ഞാൻ കുളിച്ച് എന്താ പറയുക ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇഷമോളി ഒന്ന് കുളിച്ച് ഫ്രഷാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം എൻ്റെ സൗണ്ടിൽ കുറച്ചൊരു വ്യത്യാസം തോന്നുന്നുണ്ടാകും, കാരണം ഞാൻ നാട്ടിലെത്തിയിട്ട് പാതിരാതിരിക്കാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. പകുതി ഞാൻ ദമാമിൽ തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നത്തേക്ക് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം അപ്ലോഡാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കാമല്ലോ. അപ്പം ഇടയ്ക്ക് വീഡിയോസ് ഇട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു എന്തോ പോലെയാണ് കേട്ടോ. അങ്ങനെ
അങ്ങനെ നമ്മളെ ഡ്രസ്സ് മാറ്റലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ ഇഷമോക്ക് ഈ ഒരു ബോയ്സിൻ്റെ ടീഷർട്ടല്ല ഷർട്ടും പിന്നെ ഗേൾസിൻ്റെ തന്നെയാണ് കേട്ടോ പാൻറ്റ് വരുന്നത്. അത് വന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇട്ട് നോക്കുമ്പോൾ എന്തോ ഒരു ചേരാത്ത പോലെ തോന്നി. പിന്നെ ഞാൻ ആദ്യം ഡ്രസ്സെല്ലാം വലിച്ചിടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതന്നെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. ഒന്നാമതേ രാത്രിക്കാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ എന്ത് മൊഞ്ചാക്കിയിട്ട് പോയി കഴിഞ്ഞിട്ടും കാര്യമില്ല. വണ്ടിയിൽ വരുന്ന ഫ്ലൈറ്റിലെല്ലാം ഇരിക്കുമ്പോഴത്തേക്ക് ഇസ്തിരി ഇട്ടതെല്ലാം ചുളിഞ്ഞ് ആകെ കൂടി അലങ്കോലമായിട്ടാണ് കേട്ടോ ഉണ്ടാവാം. നമ്മൾ എത്ര വൃത്തിയായിട്ട് പോയി കഴിഞ്ഞാലും വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആകെ കൂടി സൈഡായിട്ടുണ്ടാവും. ഒന്നാമത് നമ്മൾ കാലിക്കറ്റാണ് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. കണ്ണൂരേക്ക് എന്താ പറയുക, എനിക്ക് കുറച്ച് പർദ്ദ ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും വെയിറ്റ് എടുക്കാൻ നടക്കൂല. അതുകൊണ്ട് നമ്മൾ കാലിക്കറ്റ് അങ്ങനെ എടുത്തതാണ്. ഫ്ലൈറ്റെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് എടുത്തതാണ്. അങ്ങനെ ഇതാ നമ്മളെ ഡ്രസ്സ് മാറ്റലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇഷമോക്ക് ഞാൻ പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പാടും പോകണം. പിന്നെ കരച്ചിലായിരിക്കും കേട്ടോ. അങ്ങനെയാണ്. ഞാൻ നിക്കാബ് ഷോളെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓളൊരു മിനിറ്റ് നിൽക്കൂല. ഓളെടുത്ത് ഞാൻ തട്ടണം. പിന്നെ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പം ഞാൻ ജെറിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു അബായ. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫറാശിയാണ് കേട്ടോ. ഇത് ജെറിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്തതാണ്. എനിക്ക് എടുക്കുമ്പം വലിയ ഒരു ഇതൊന്നും തോന്നിയിട്ടില്ല. ഇത് കുറച്ച് ലൂസ് കുറവെങ്കിൽ കുഴപ്പമില്ലേനു. ഞാൻ ഇടുന്ന ആ ഒരു ടൈപ്പ് ഫറാശെങ്കിൽ കുഴപ്പമില്ലേനു. ഇത് ഭയങ്കര ഫറാശിയേനു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, നല്ല ലുക്കെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു വെറൈറ്റി പർദ്ദ തന്നെയാണ്. ഒരു വെൽവെറ്റ് മിക്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറി പറഞ്ഞു, നീ അല്ലെങ്കിലും ഞാൻ പറയുന്ന ഒരിക്കലും കേൾക്കലില്ലല്ലോ എന്ന് പറഞ്ഞേരം ഞാൻ വിചാരിച്ചു മതി, ഇനി അതിനൊരു ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പർദ്ദേനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഓളെ ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഓളെ ഇനിയിപ്പോൾ തട്ടി നടക്കണം, അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിലാകെ കൂടി ഓളെ മുഖം തന്നെ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. പിന്നെ ഒരാൾ ഫുള്ള് എന്താ പറയുക സന്തോഷത്തിൽ നാട്ടിൽ പോകാൻ എണ്ണീറ്റ് ഇങ്ങനെ നിൽക്കലാന്ന് കേട്ടോ. ഇന്നമ്മ ദിവസം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഡേറ്റും ദിവസം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇതിപ്പോൾ പോകുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോന് വേണ്ടിയിട്ട് പോസ് ചെയ്യലാണ്. നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റുന്നതിന് മുന്നേ ജെറിൻ്റെ ഫ്രണ്ട്സും അവരെ ഫാമിലിയെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ അവർ വന്ന് കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ട്. നമുക്ക് ശരിക്കും ഒരു 12 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ ഒരു 3 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട്, 3.5 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 മണിക്കാണ് കേട്ടോ ഫ്ലൈറ്റ്. എന്തായാലും ഇന്നത്തെ ഉറക്ക് ഗോവിന്ദ, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മളൊരു 12-12:30 ആകുമ്പോഴത്തേക്ക് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. റൂമിനോട് ബൈ പറഞ്ഞിട്ട് നമ്മൾ പോക്കാന്ന് കേട്ടോ. മിസ് യു റൂമേ, മിസ് യു. നെക്സ്റ്റ് കൊല്ലം കാണാമെന്നുള്ള ഇതിൽ ഇൻഷാ അല്ലാ നമ്മളങ്ങനെ പോക്കാന്ന്. ഇവിടെ മിസ് ചെയ്യുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് ചെയ്യും. കാരണം നമ്മളെ കുറേ മെമ്മറീസ് എല്ലാം ഉള്ള റൂമാണ്. നോമ്പെല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയ റൂമേനു കേട്ടോ. ഇപ്പം ചൂട് സ്റ്റാർട്ട് ചെയ്തേരെ എനിക്ക് ഭയങ്കര മടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മൾ തണാല AC വർക്ക് ചെയ്യുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മൊത്തത്തിലൊരു മടുപ്പ് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ പനിയും കൂടി വന്നേരം എനിക്കൊരു എൻ്റെ സമയം പോകാനുള്ള സമയം അതിക്രമിച്ചു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കലേനു കേട്ടോ. അങ്ങനെ നമ്മൾ 4 മാസത്തെ നീണ്ട വെക്കേഷന് ശേഷം നാട്ടിലേക്ക് പോക്കാന്ന്. മാഷാ അല്ലാ. ബൈ. ഓക്കെ. അങ്ങനെ ഇഷമോളും ഞാനും റൂമിനോട് ബൈ പറഞ്ഞിട്ട് പോക്കാന്ന് കേട്ടോ. അജറിൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിന് നമ്മളെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പോക്കാന്ന് കേട്ടോ. നമ്മൾ എന്താ പറയുക, പോകുമ്പോൾ ഒരു ടെൻഷൻ, ഇനിയിപ്പോൾ ഒന്നും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂലല്ലോ, അടുത്ത കൊല്ലം ഇൻഷാ അല്ലാ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ പോക്കാന്ന്. ജസ്റ്റ് ഇറങ്ങുന്ന സമയത്തൊരു മിസ്സിങ് ഫീൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമൊന്നുമില്ല. നാട്ടിലെത്തിക്കഴിഞ്ഞേരം പിന്നെ അതൊന്നും കുഴപ്പമില്ല. ഇവിടുത്തെ എന്താ പറയുക
ഇവിടെ നമ്മളെ നാടും നമ്മളെ വീടും നമ്മളെ കുടുംബവും ഇതെല്ലാം അടുത്തുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിലും വലുത് പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. അങ്ങനെയെല്ലാം എന്നിട്ടാ പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വന്ന പോലെ അങ്ങനെ വന്നിട്ട് പോകുന്നതാണ് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് പെർമനൻ്റ് ആയിട്ട് നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം നമ്മളെ ലൈഫ് നമ്മൾ എന്താ പറയുക അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാവുമെന്ന് അറിയില്ല ചിലർക്ക്. ഇപ്പം ചെറിയ മിസ് ചെയ്യും, എന്നാലും നമുക്ക് പാരൻസിനെ അവരെല്ലാം കൂടുതൽ മിസ് ചെയ്യുമല്ലോ. ഒന്നാമത് ഞാനിങ്ങനെ എല്ലാവരുടെയും റിലേറ്റീവ്സിൻ്റെ അടുത്തെല്ലാം ഇങ്ങനെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ് കേട്ടോ. അങ്ങനെയെല്ലാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. എല്ലാം കറക്റ്റ് വെയിറ്റും കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ റൂമിൽ നിന്നേ വന്നിട്ടുള്ളത്. പെട്ടി അൽഹംദുലില്ലാ ഇത്ര കാലം ഞാൻ വന്ന് പോകാൻ തുടങ്ങിയിട്ടും ഇതുവരെ ഞങ്ങൾക്ക് പെട്ടി എന്താ പറയുക പൊളിച്ചിട്ട് സാധനം മാറ്റി വെക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അത് 1-2 kg അധികമാകുന്നത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മൾ മാക്സിമം ലഗേജിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഇഷമോളിയും കൊണ്ടൊന്നും നടക്കൂല. ജെറിൻ്റെ ഒരു ഹാൻഡ് ലഗേജ് മാത്രം വെച്ചിട്ട് ബാക്കി മൊത്തത്തിലൊന്ന് നമ്മൾ ലഗേജിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ബോർഡിങ്ങിൽ നല്ല തിരക്കെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 1:30-1:45-2 മണി ആയിട്ടുണ്ട്. ലാസ്റ്റ് തൊട്ടെത്തുമ്പോൾ ഒരു തിരക്കും ബനിയല്ലേനു കേട്ടോ. അങ്ങനെ മാഷാല്ലാ ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ ആൾക്കാരെ കൂട്ടത്തിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനോ ഒന്നിനും അങ്ങനെ ഇതാക്കൂല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോളി എന്നെല്ലാം വിചാരിച്ചിട്ട്. ലാസ്റ്റ് ഞാൻ ഒരു മൂലക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫോട്ടോ എടുപ്പിക്കലാണ്. ഫോട്ടോ എടുക്കുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, എന്തിനാ ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത്, മതി പോയാട്ടെ എനിക്ക് കയ്യിലേ, നീ എന്നെ അങ്ങ് എടുത്തോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒഴിവാകാൻ കേട്ടോ ചെയ്യുക. അപ്പം ഞാൻ വിട്ടുകൊടുക്കുകയേ ചെയ്യില്ല. എന്നോട് പറയും, നീ മുഖം മൂടിയിട്ട് ഇനി ആരും കാണുന്നില്ലല്ലോ, എന്നെ എല്ലാവരും കാണും. ഞാൻ പറയും, നിങ്ങൾ തന്ത വൈബാന്ന് എന്തൊരാളാണെന്നല്ല ഇങ്ങനെ പറയും കേട്ടോ. അപ്പം അങ്ങനെയെല്ലാമാണ്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാ സെക്കൻഡ് ടൈമാന്ന് ഓർമ്മയില്ല. എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്കാണ് കേട്ടോ പോക്ക്. ഇതിപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറേ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബസ്സിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ ഫുള്ള് ഫ്ലൈറ്റ് ഇങ്ങനെ കണ്ടിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ പൈലറ്റ് കാക്കാനെയും നേരിട്ടൊന്ന് കണ്ടിട്ടുണ്ട്. അവർ ആ ഒരു ഡ്രൈവർ സീറ്റ്, ഞാൻ പറഞ്ഞ വണ്ടിൻ്റെ ഡ്രൈവറെ കണ്ട് ആദ്യമായിട്ടെന്ന് ഇങ്ങനെ പറയലേനു. അങ്ങനെ നമ്മളെ സീറ്റ് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞ അധികം ബാക്കിലാക്കണ്ട, ബുക്ക് ചെയ്തിട്ട് ഫസ്റ്റിൽ തന്നെ ആക്കിക്കോന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ വിൻഡോ സീറ്റിന് വേണ്ടിയിട്ടുള്ള അടിയാണ് കേട്ടോ. ചെയ്യാൻ സാധനം തരുന്നേയില്ല, ഒരു വിധത്തിലും തരുന്നില്ല. ലാസ്റ്റ് ഞാൻ ടോർച്ചർ ചെയ്തിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്, പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവന് വണ്ണം വെച്ചേരെ അനക്കെൻ്റെ ചിക്കൻ്റെ ലെഗ് പീസും പിന്നെ വിൻഡോ സീറ്റ്, കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് ഇതെല്ലാം പോയി ഗൈസ്, പോയി. ഇപ്പോൾ ഓനാണ് ഗൈസ് ഫസ്റ്റ് എന്താ പറയുക, ഓനിക്കാണ് ശരി ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആ സാധനം ഇരുന്നിട്ട് നോക്കണം. പക്ഷേ ലാസ്റ്റ് ഞാൻ ആ സീറ്റ് ഇതാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പറയാം, 15 ദിവസം കഴിഞ്ഞാൽ ഞാൻ നിനക്കുണ്ടാവും അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് ചെയ്തിട്ട് ഞാൻ ഇപ്പുറത്താക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരാളപ്പുറത്ത് സീറ്റിൽ മറ്റൊരു ആ ഒരു റോളുണ്ടല്ലോ, അയാൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കണ്ട അയാൾ. പക്ഷെ അയാൾ എന്തൊരു മനുഷ്യനാ, അപ്പുറത്ത് കയറിയിരിക്കാണ്ട് ആടെ ഇരുന്നിന്. ഞാനായിട്ടാണെങ്കിൽ അപ്പുറം പോയിരുന്നുള്ളൂ, അന്നാണെങ്കിൽ അപ്പുറം പോകാനോ വിടുന്നില്ല, പക്ഷെ ഞാനെങ്കിൽ അപ്പുറത്ത് പോകുന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയും കേട്ടോ. അപ്പം അങ്ങനെയെല്ലാം പറഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇപ്പുറത്ത് ഇരുന്നിട്ടുണ്ട്. ഫ്ലൈറ്റ് പോകുമ്പം എന്താ പറയുക, വിൻഡോ സീറ്റ് അതെനിക്ക് മസ്റ്റാണ്. എനിക്ക് ആ ജനലിൻ്റെ ഉള്ളിലോട്ട് പുറം ലോകം കാണണം, വീഡിയോസ് എടുക്കണം, അങ്ങനെയെല്ലാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ചൊറിയലാണ്. അങ്ങനെ അൽഹംദുലില്ലാ ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഫ്രണ്ട് സീറ്റിൽ 2ാമത്തെ റോയിൽ ഇരിക്കുന്നത്. നല്ല ഒരു ബേജാറും ഇതെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മൾ അറിയുന്നുണ്ട് പൊങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളങ്ങനെ അറിയുന്നില്ലേനു. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ടെൻഷനെല്ലാം ഉണ്ടായിട്ടുണ്ടേനു. പിന്നെ എയറിൻ്റെ ആയതുകൊണ്ട് ഡിലേ ആവോ ക്യാൻസലാവോ എന്നുള്ള നല്ല പേടിയുണ്ടായിരുന്നു. യൂട്യൂബിലെല്ലാം ഇങ്ങനെ കാണലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാൻസലാവുന്നത്. അപ്പം മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് ഓൺ ടൈം തന്നെ ബോർഡ് ചെയ്തിട്ടുണ്ട്, ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം ഇവരെല്ലാം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം റബ്ബേ ഇഷമോളും ഷയാനും പിന്നെയും കുഴപ്പമില്ല. ഇഷമോക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല. ഓക്ക് കുറച്ചൊരു ബുദ്ധി ഇതെല്ലാം വന്നല്ലോ, അതുകൊണ്ട് തന്നെ ഓക്ക് ഇതെല്ലാം കണ്ടിട്ട് ഭയങ്കര ആകാംക്ഷ, ഇതെന്താ സംഭവം എന്നെല്ലാം ഇങ്ങനെ ബാക്കിലെല്ലാവരെയും നോക്കലോ അങ്ങനെയെല്ലാം ആയിട്ട് ഫുൾ ഇതേനു കേട്ടാ. ഓള് മൊത്തത്തിലൊന്ന് നമ്മളെ വെറുപ്പിച്ച് വിട്ടിട്ടുണ്ട്. ജെറിയും കൂടി ഇല്ലെങ്കിൽ നല്ല പണി കിട്ടുവേനു. അങ്ങനെ നേരം വളവളാന്ന് വെളുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറി ഒരു 2 മണിക്കൂറാകുമ്പോഴത്തേക്ക് തന്നെ നേരം വെളുത്തിട്ടുണ്ട്. പിന്നെ ഉറക്കമൊന്നും നടക്കൂലല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഇറങ്ങിയിട്ടുണ്ട്. ഷെയാന് ഭയങ്കര വിശപ്പാണ് കേട്ടോ. ഇതിൽ കയറിക്കഴിഞ്ഞാൽ, ഫ്ലൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഓൻ്റെ കളിയെല്ലാം കണ്ടാൽ വിചാരിക്കും നമ്മളൊരു സാധനം വാങ്ങിക്കൊടുക്കില്ല എന്ന്. അപ്പോൾ ഓന് മാഗി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓന് മാഗി വാങ്ങിച്ചതല്ല, എന്നാൽ പിന്നെ എനിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഞാനും ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. പക്ഷെങ്കിൽ വായിൽ വെക്കാൻ കൊള്ളൂല ഗൈസ്, വായിൽ വെക്കാൻ കൊള്ളൂല, ഒരു ടേസ്റ്റും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇത് വെള്ളം ഒഴിച്ചിട്ട് അന്നേരം ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനെപ്പോഴും എന്തെങ്കിലും വെറൈറ്റി ട്രൈ ചെയ്തിട്ട് അത് ജെറിക്ക് കൊടുക്കാൻ കേട്ടോ ചെയ്യാം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ തിന്നും, ഇല്ലെങ്കിൽ ജെറിക്ക് കൊടുക്കും, അങ്ങനെയാണ്. പിന്നെ അതെല്ലാം കഴിച്ച് നോക്കുമ്പോൾ നല്ല വ്യൂ, പുറത്ത് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഇനിയെല്ലാം പിടിച്ച് നല്ലോണം പിടിച്ച് ഉറക്കിയിട്ടുണ്ട്. ഒരാൾ ഉറങ്ങുന്ന ഒരു സ്റ്റൈല് കണ്ട, തല എൻ്റെ മേത്ത് ജെറിൻ്റെ മേത്ത് കാലെല്ലാം വെച്ചിട്ട് നല്ല വിശാലമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഓക്ക് ഉറങ്ങലിന് ഭയങ്കര ഏലി കിട്ടണം കേട്ടോ. നല്ല ഒരു ലെവലിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഒക്കെ ഭയങ്കര ഇടങ്ങേറാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളതെല്ലാം കഴിഞ്ഞ് ഉറങ്ങി എണീക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. കാലിക്കറ്റ് എത്താനായിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ഓൺ ടൈം അറൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നാട്ടിലെത്തിയിട്ടുണ്ട്, കാലിക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ എമിഗ്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് കേട്ടോ. മാഷാഅല്ലാഹ് ഒരു കുഴപ്പവും ഇല്ലാണ്ട് എല്ലാം നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ലഗേജും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടാക്സിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. മുന്നേ നമ്മൾ കാലിക്കറ്റ് വരുമ്പം നമ്മളെല്ലാം ഫസ്റ്റ് അവരെല്ലാം വരുമ്പം ഒരു എന്താ പറയുക, ഒരു ടാക്സിക്കാരനുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിന്. പിന്നെ ഒരു പിന്നെ ഗൾഫിൽ നിന്ന് വരുന്ന ഒരു സീനേനു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്, മാലയിലിട്ട് ഇങ്ങനെ പോസ്റ്ററെല്ലാം അടിച്ചിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വണ്ടിയിലെത്തിക്കഴിഞ്ഞ് ഭയങ്കര ടയേർഡ് ഫീലിംഗ്. എന്തൊരു ക്ഷീണമെന്ന് പറയാൻ, രാത്രി ഉറങ്ങാത്തതുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ ഇനിയൊന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ച്. പിന്നെ നല്ല മഴ എന്ന് പറഞ്ഞാൽ കോരിച്ചെരിയുന്ന മഴയേനു കേട്ടോ. അപ്പോൾ മഴയത്ത് നല്ല ചൂടുള്ള നാടൻ ചോറും നല്ല സാമ്പാറും കറിയെല്ലാം ആയിട്ട് നമ്മളൊരു സദ്യ ടച്ച് ആ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അടിപൊളി ഫുഡ് കഴിച്ചിട്ടുണ്ട്, ലഞ്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് നല്ല തലവേദന, ഞാനൊരു പെനഡോളും കുടിച്ച് ബോധം കെട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വന്നിട്ടുള്ളത് ജെറിൻ്റെ വീട്ടിലേക്കാണ്. ഉമ്മ പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സാധനം എല്ലാം വാങ്ങിക്കും, ഒന്നും ആക്കാനൊന്നും കഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉപ്പ നല്ല മന്തിയും ചിക്കൻ ചില്ലിയും ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വൈകുന്നേരം ഒരു 5-6 മണിയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം എന്താ പറയുക, ചായയെല്ലാം കുടിച്ച് വെറുതെ ഇരുന്ന് പൊട്ടിയെല്ലാം പൊളിച്ച് വർത്താനം പറഞ്ഞ് നേരം കൂട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഒരു 8:30-9 മണിയാകുമ്പോൾ നമ്മൾ എടയന്നൂരേക്ക് പോക്കാന്ന്, എൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന് കേട്ടോ, പുതിയ വീട്ടിലേക്ക് പോക്കാന്ന്. നമ്മളെ നാടും ഇതെല്ലാം കണ്ടു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളെ നാടും നമ്മളെ വീടും നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു വേറെ തന്നെ വൈബാണ് കേട്ടോ. അത് വേറെ ഏത് നാട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ നാട്ടിൽ കിട്ടുന്ന ആ ഒരു സന്തോഷവും ഇതൊന്നും എവിടെ പോയി കഴിഞ്ഞാലും കിട്ടൂല കേട്ടോ. മാഷാ അല്ലാ. പിന്നെ ഞാൻ ചേട്ടനോട് ഇങ്ങനെ പറയലാണ്, നിങ്ങൾ ഗൾഫെല്ലാം മതിയാക്കിയിട്ട് മതി ഇവിടെ നിന്നോ എന്നിങ്ങനെ പറയലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഉപ്പയും ഉമ്മയും ഇക്കാക്കി മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അനിയത്തി പോയിട്ടുണ്ട്. അങ്ങനെ ആരുമില്ല, ഉമ്മയും ഉപ്പയും മാത്രമേ മെയിനായിട്ടുള്ളൂ. അപ്പം നമ്മൾ നേരെ ഇവിടത്തേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പെട്ടിയും കൂടി പൊളിച്ചിട്ട് അപ്പുറം പോകാമെന്ന് വിചാരിച്ച് കുറച്ച് ചോക്ലേറ്റ്സും ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിന്. ഇപ്രാവശ്യം അങ്ങനെ കൂടുതലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് സെയിൽ ചെയ്യാനുള്ള പർദ്ദനുണ്ട്, കുറേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇഷമോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നല്ല ഉറക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക, പിന്നെ ഇവിടെ വന്ന് ജ്യൂസെല്ലാം കുടിച്ച് പെട്ടിയെല്ലാം പൊളിച്ച് നമ്മളെ വരക്കേക്ക് പോക്കാന്ന് കേട്ടോ, പുതിയ വരക്കേക്ക്. അപ്പോൾ അവിടത്തേക്ക് പോക്കാന്ന്. പിന്നെ എന്താ പറയുക, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ അബായ ഞാൻ കാർഗോ വിട്ടിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ മാസേ വിട്ടിട്ടുണ്ടായിന്, മുന്നേ ഓർഡർ തന്നവരത്. അത് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല കേട്ടോ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഞാൻ അപ്ഡേഷൻസ് എല്ലാം അറിയിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനുള്ള ആ ഒരു ഇതുണ്ടാവും കേട്ടോ. പിന്നെന്താ പറയുക, ഇത് കണ്ട, ഇത് ഞാൻ ബോർഡിംഗ് പാസ് വെച്ചിട്ടൊരു സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടൊരു ഇതെടുത്തിട്ടില്ലേ, അതന്നെ ഇങ്ങനെ കളിയാക്കി വെറുപ്പിച്ച് വിടലാന്ന് കേട്ടോ ചെറിയ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. കുറച്ച് വീഡിയോ ലെങ്തി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വ്ളോഗ് പെട്ടെന്ന് തന്നെ എടുക്കണമെന്നെല്ലാം ഉണ്ട്, എടുത്തിനെങ്കിൽ പെട്ടെന്നായിട്ട് വരാം ഇൻഷാ അല്ലാ. ബൈ.